ഹായ്, നമുക്കിന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങളെ പറ്റി പറയാം. ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ ഒരു മൂവിയാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ്. ഈ സിനിമ ഏകദേശം 2 ഉണ്ട്, 2 മണിക്കൂറിന്റെ മേലെ ഉണ്ട്. ഞാൻ ഈ സിനിമ മൊത്തം ഇരുന്ന് കണ്ടു. നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അത്രയും നല്ലൊരു സിനിമ ആയതുകൊണ്ട് പലരും പകുതിക്ക് വെച്ച് നിർത്താൻ ചാൻസ് ഉള്ളതായിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നുന്നത്. അപ്പൊ ഈ സിനിമയില് ധ്യാൻ ശ്രീനിവാസൻ, അതേപോലെ അപ്പാനി ശരത്ത്, ഗൗരി നന്ദ, കൊല്ലം സുധി, നാരായണൻകുട്ടി, ജോയ് മാത്യു, പാഷാണം ഷാജി, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പടം കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കൊല്ലം സുധി, നാരായണൻകുട്ടി, അങ്ങനെ മരിച്ചുപോയ ഒരുവിധം ആക്ട്രസുകളൊക്കെ സിനിമയിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സിനിമ കുറച്ച് മുന്നേ എടുത്തിട്ട് ഈടെയാണ് റിലീസാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ സിനിമ റിലീസാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നി കേട്ടോ. ഈ സിനിമ ഏകദേശം 2 മണിക്കൂർ 5 മിനിറ്റ് ഉണ്ട്. സിനിമ ഇത്രയും നേരം എത്ര ആൾക്കാർ കണ്ടിരുന്നു എന്നുള്ളത് എനിക്കൊന്ന് കമന്റ് അയക്കണേ. കാരണം ഞാൻ ഈ സിനിമ മൊത്തം ഇരുന്ന് കണ്ടു, എന്നെ സമ്മതിക്കണം കേട്ടോ. ഈ പടത്തിലെ കഥ പ്രത്യേകിച്ച് വല്ല മാറ്റൊന്നുമില്ല. ധ്യാൻ ശ്രീനിവാസൻ 2 പടങ്ങളിൽ ഒന്ന് അച്ഛനായിട്ടും ഒന്ന് ഒരു ബാങ്കിലെ ഓഫീസറായിട്ടും അഭിനയിച്ച സ്ഥിതിക്ക് ഇനി ഒരു സ്കൂൾ അധ്യാപകനായിട്ടും അതേപോലെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ചേരുന്ന ഒരാളായിട്ടൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നു. അവിടെ വെച്ച് ഒരു വില്ലൻ കഥാപാത്രം വരുന്നുണ്ട്. വില്ലൻ കഥാപാത്രം വന്ന് ധ്യാൻ ശ്രീനിവാസനായിട്ടൊരു ഫൈറ്റ് നടക്കും. അങ്ങനെ ആ ഫൈറ്റിന് ശേഷം നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഫ്ലാഷ് ബാക്ക് കഥ പറയുകയാണ്. എന്തിനാണ് ഈ ഫൈറ്റ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ഇങ്ങയുടെ നാട്ടില്, അതായത് ഇങ്ങയുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗമായിരുന്നു. ആ സ്വർഗത്തിലെ ഒരു കട്ടുറുമ്പായിട്ടാണ് ഇപ്പൊ വന്ന ഈ വില്ലൻ. അതായത് അങ്ങയുടെ നാട്ടിൽ ഒരു ക്ലബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ക്ലബ്ബ് മാത്രമല്ല, നാട്ടിലല്ല ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലോട്ട് ഒരു കഥാനായിക വരുന്നുണ്ട്. നായിക വന്നിട്ട് ഫുള്ള് വെറുപ്പിക്കലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ആറ്റിറ്റ്യൂഡും ഒക്കെ വാരി വെതറി അലമ്പ് സാധനമൊക്കെ ആയിട്ടൊരു നായിക വരും. അങ്ങനെ ഈ നായികയെ കണ്ണുവെച്ചിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് ഈ സ്വർഗത്തിലെ കട്ടുറുമ്പിലെ വില്ലൻ. അങ്ങനെ അവരുമായിട്ട് ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു കഥാപാത്രം വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഒരു എന്താ പറയാ മരണപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇവനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടക്കുന്നതും പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനും അതിലിടയ്ക്ക് ഈ പറയുന്ന സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയുന്ന ഈ വില്ലൻ കഥാപാത്രത്തെ ഇവരെല്ലാരും കൂടി ഇടിച്ച് ഒന്ന് സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു വൈരാഗ്യമൊക്കെ ആയിട്ടാണ് ഈ ധ്യാൻ ശ്രീനിവാസനെ ഇടിക്കാൻ വേണ്ടി വരുന്നതും ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നിന്നെ ഞാൻ വിട്ടേക്കില്ലടാ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചെറിയൊരു ക്ലാഷും കാര്യങ്ങളൊക്കെ അതാകെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പോരാതെ പിന്നെ പടത്തിൽ ആകെ ഒരു രസമുള്ള പറഞ്ഞാൽ നല്ല ഗ്രാമീണ സുന്ദരമായ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ 2 മണിക്കൂറും കാണാനുള്ളത്. അതായത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കൊല്ലം സുധി, അതേപോലെ പാഷാണ ഷാജിലൊക്കെ കുറച്ച് കോമഡീസും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയായി വന്നിട്ടില്ല. അതായത് കഥയിൽ ഉള്ള പോലത്തെ നമുക്കൊരു ഫീൽ ഒന്നും ഈ പടത്തിന് വരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഓഫ് ഓൾ ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ സമയത്ത് വീണ്ടും ഈ വില്ലന്മാര് വന്ന് ആക്രമിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് വില്ലൻ കഥാപാത്രത്തെ വെടിവെച്ച് കൊല്ലുകയും ഈ വെടിവെച്ച് കൊന്ന ഈ ഗ്യാങ്ങുകളെല്ലാവരും നല്ല സ്വഭാവമുള്ള ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടയക്കുന്നതൊക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ സിനിമ കണ്ടു. നിങ്ങൾ ഈ സിനിമ ഫുള്ളായിട്ട് കണ്ടവരുണ്ടെങ്കിൽ അതേപോലെ പകുതി വെച്ച് നിർത്തിയവരുണ്ടെങ്കിലും എനിക്ക് കമന്റ് അറിയിക്കണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ സിനിമ കണ്ടത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും ഈ സിനിമ മൊത്തത്തിൽ കണ്ട കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും പരിഹരിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫുള്ളായിട്ട് കണ്ടവരുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.